ബ്രൂണയുടെ തലസ്ഥാനത്തെ ബന്ദർ സെരി ഭഗവാൻ എന്ന് വിളിക്കുന്നു. ബന്ദർ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ആധുനികമായ വീതിയേറിയ റോഡുകളുള്ള ഒരു നഗരമാണ് ബന്ദർ സെരി ഭഗവാൻ. 5 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ബ്രൂണോയിൽ 1 ലക്ഷത്തോളം പേർ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ശരീഅത്ത് നിയമം നടപ്പാക്കിയിട്ടുണ്ട്. ചെറിയ രാജ്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും സ്വയം തന്നെ ചെയ്യുവാൻ ബ്രൂണൈക്കാർ പഠിച്ചു കഴിഞ്ഞു. വിദേശകാര്യം കൈകാര്യം ചെയ്യുവാൻ കുറച്ചുകാലം ഇംഗ്ലണ്ടിനോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും 44 വർഷം മുമ്പ് ഈ പുറം കരാർ അവസാനിപ്പിക്കുകയും സ്വന്തമായി ഒരു വിദേശകാര്യ വകുപ്പ് ബ്രൂണൈക്കാർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ബ്രൂണൈ ഒരു ദ്വീപ് രാഷ്ട്രമായതുകൊണ്ട് ധാരാളം ദ്വീപ് സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് ബോട്ട് വഴി യാത്ര ചെയ്യുവാൻ ബ്രൂണൈക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. ടൂറിസ്റ്റുകളും പ്രാദേശിക സംസ്കാരം പഠിക്കുവാൻ വേണ്ടി ബോട്ടിൽ യാത്ര ചെയ്യാറുണ്ട്. ബ്രൂണൈയിലെ ജനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളായതുകൊണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിൽ മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി ഉണ്ടാക്കുന്നതിന് പകരം ഇറക്കുമതി ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്ന ഒരു രാജ്യമാണ് ബ്രൂണൈ. അരിയും പാലും ഇറച്ചിയും ഇറക്കുമതി ചെയ്യുന്നു. സമ്പന്നരായതുകൊണ്ട് ബ്രൂണൈയിൽ എല്ലാവർക്കും കാറുകളുണ്ട്. പാർക്കിംഗ് പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. മികച്ച ബസ് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടും പെട്രോളിൻ്റെ വില കുറവായതുകൊണ്ടും ബ്രൂണൈക്കാർ സ്വന്തമായി കാറിൽ തന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ബ്രൂണൈയിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും സുന്നികളാണ്. ഷാഫി മദ്ഹബിൽപ്പെട്ട സുന്നികളാണ് ഇവിടെയുള്ളത്. എല്ലാവരും സംസാരിക്കുന്നത് മലയ് ഭാഷയാണ്. ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലാവും. ബിസിനസ് ഭാഷയായി ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. പ്രൈമറി സ്കൂൾ മുതലേ എല്ലാ വിദ്യാലയങ്ങളും ബ്രൂണൈയിൽ ഇംഗ്ലീഷ് മീഡിയമാണ്. ബ്രൂണൈയിലെ ജനങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ചെറിയ രാജ്യമാണെങ്കിലും ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. പാവ് ഭാജി പോലെയുള്ള ഭക്ഷണങ്ങൾ ബ്രൂണൈക്കാർക്ക് ഇഷ്ടമാണ്. മലയ് ഭക്ഷണമാണ് അടിസ്ഥാനപരമായി ഇവർ ഇഷ്ടപ്പെടുന്നതെങ്കിലും കുറെ കൂടി സമ്പന്നരായതുകൊണ്ട് സിംഗപ്പൂരിയൻ ശൈലിയിൽ ഭക്ഷണം കഴിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ചോറും ബീഫും ചിക്കനുമാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ. ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മസാലകൾ ചേർക്കാൻ ബ്രൂണൈക്കാർ ഇഷ്ടപ്പെടുന്നു. പച്ചക്കറികളോട് താല്പര്യം കുറവാണ്. ആമിന ആരിഫ് റെസ്റ്റോറൻറ്റ് പ്രാദേശിക വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു മികച്ച ഭക്ഷണശാലയാണ്. അമ്പുയാട്ട് പോലെയുള്ള ബ്രൂണൈ വിഭവങ്ങൾ ആമിന ആരിഫ് റെസ്റ്റോറൻറ്റിൽ ലഭിക്കും. ബ്രൂണൈ നിവാസികൾ സമ്പന്നരായതുകൊണ്ട് ധാരാളം കാശ് ചെലവഴിക്കുന്നു. അതുകൊണ്ട് തലസ്ഥാന നഗരിയിൽ എവിടെ നോക്കിയാലും മികച്ച കോഫി ഷോപ്പുകൾ കാണാം. ലഘുഭക്ഷണം കഴിക്കുവാനും ഉച്ചഭക്ഷണം കഴിക്കുവാനും ഈ കോഫി ഷോപ്പുകൾ തന്നെ ധാരാളമാണ്. ചെലവ് ചുരുങ്ങിയ ടൂറിസം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമാണ് ബ്രൂണൈ. എങ്കിലും യൂറോപ്പിൽ നിന്ന് ധാരാളം ബാക്ക് പാക്കേഴ്സ് ഇവിടെയും എത്തിപ്പെടാറുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ബാക്ക് പാക്കേഴ്സിന് ബ്രൂണൈയിൽ ലഭിക്കുന്നുള്ളൂ. പ്യൂസാട്ട് ബെലിയ യൂത്ത് ഹോസ്റ്റൽ മികച്ച ഒരു ഹോസ്റ്റലാണ്. ഒരു രാത്രിക്ക് 1000 രൂപ ചിലവാകും. പല യൂറോപ്യൻ ടൂറിസ്റ്റുകളും ഒരേ നിരക്കിൽ കിട്ടുന്ന സിംഗിൾ റൂമിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് മുന്തിയ ഹോസ്റ്റലുകളിൽ താമസിക്കാനാണ്. കൂടുതൽ ആളുകളെ പരിചയപ്പെടുവാനും ഒന്നിച്ച് പാട്ടുപാടുവാനും നൃത്തം ചെയ്യുവാനും ഹോസ്റ്റൽ താമസം മാത്രമേ സാധ്യതകൾ ഉണ്ടാക്കുന്നുള്ളൂ. ബ്രൂണൈയിലെ നൈറ്റ് മാർക്കറ്റ് ഒരു ഓപ്പൺ എയർ ബിൽഡിങ്ങിലെ സജീവമായ ഒരു സായാഹ്ന ചന്തയാണ്. പഴങ്ങളും വസ്ത്രങ്ങളും മറ്റനേകം സാധനങ്ങളും നൈറ്റ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റും. തട്ടുകടകളിലെ പോലെ ചീപ്പായിട്ടുള്ള ഭക്ഷണവും സ്വീറ്റ് ഡ്രിങ്ക്സും പൊരിച്ച എണ്ണക്കടികളും 100 രൂപ നിരക്കിൽ ഇവിടെ ലഭിക്കും. ഉമർ അലി സൈഫുദ്ദീൻ പള്ളി അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. മുസ്ലിങ്ങളല്ലാത്തവർക്കും പള്ളിയുടെ അകത്ത് കയറുവാൻ അനുവാദമുണ്ട്. എങ്കിലും ഫാഷനബിളായി വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ നിർബന്ധമായി ഒരു കോട്ടിടിക്കാറുണ്ട്. ശബ്ദമുണ്ടാക്കാതെ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ ടൂറിസ്റ്റുകളെ അനുവദിക്കാറുണ്ട്. അതുപോലെ ജമാസർ ഹസനിൽ ബോക്കിയ ജുമാ മസ്ജിദ് മറ്റൊരു അറിയപ്പെടുന്ന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെയും നോൺ മുസ്ലിംസിന് അകത്ത് കയറുവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ബ്രൂണൈയിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കമ്പോങ് അയ്യർ എന്ന പേരിൽ അറിയപ്പെടുന്ന വാട്ടർ വില്ലേജ്. 100 കണക്കിന് വീടുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണുവാൻ മനോഹരമായ ഒരു കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ വില്ലേജാണ് ബ്രൂണൈയിലുള്ളത്. അതുപോലെ ബ്രൂണൈയിലെ മറ്റൊരു ടൂറിസ്റ്റ് ആകർഷണീയതയാണ് സുൽത്താൻ്റെ കൊട്ടാരം. ഇസ്താന നൂറുൽ ഈമാൻ എന്നാണ് കൊട്ടാരത്തിൻ്റെ പേര്. കൊട്ടാരത്തിൻ്റെ അകത്ത് കയറുവാൻ അനുവാദം ലഭിക്കുകയില്ലെങ്കിലും പുറത്തുനിന്ന് ഫോട്ടോകൾ എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇത്രയും വലുതും മനോഹരവുമായ കൊട്ടാരം ലോകത്ത് തന്നെ അപൂർവമാണ്. അതുപോലെ ബ്രൂണൈ മ്യൂസിയം മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇസ്ലാമിക് ആർട്ട് ഗാലറി ശൈലിയിലുള്ള കലാവസ്തുക്കളും ചരിത്ര സ്മാരകങ്ങളും ഇവിടെ എടുത്തു വച്ചിരിക്കുന്നു. ബ്രൂണൈയുടെ സുൽത്താൻ ഹസനാൽ ബോക്കിയ 60 വർഷത്തോളമായി അധികാരത്തിൽ തുടരുന്നു. പണ്ട് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ബ്രൂണൈ സ്വാതന്ത്ര്യം സമ്പാദിച്ച ശേഷം ഇദ്ദേഹം തന്നെയാണ് അവിടുത്തെ സുൽത്താൻ.
വർഷത്തിലൊരിക്കൽ റമദാൻ മാസത്തിൽ 27-ാം രാവ് 28-ാം രാവ് ഒക്കെ ആകുമ്പോൾ സുൽത്താനെ കാണുവാനുള്ള അനുവാദം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. മണിക്കൂറുകൾ നീണ്ട ക്യൂവും സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞു വേണം സുൽത്താനെ ഒരു നോക്ക് കാണുവാൻ. എങ്കിലും കൊട്ടാരത്തിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം ഇഫ്താർ സമയത്ത് നൽകാറുണ്ട്. ബ്രൂണയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ റോയൽ ബ്രൂണൈ എയർലൈൻസ് മികച്ച നിലവാരമുള്ള ഒരു ചെറിയ വിമാന കമ്പനിയാണ്. ക്രീം നിറമുള്ള യൂണിഫോം ഇട്ട അതിസുന്ദരികളായ എയർ ഹോസ്റ്റസുകൾ റോയൽ ബ്രൂണൈ എയർലൈൻസിൻ്റെ പ്രത്യേകതയാണ്.